കുവൈറ്റിലെ അപകടത്തിൽ മരിച്ച തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശി അരുൺ ബാബുവിന്റെ മൃതദേഹം ഇന്ന് വീട്ടിലെത്തിക്കും. പ്രത്യേക ആംബുലൻസിൽ വൈകുന്നേരത്തോടെയാകും മൃതദേഹം എത്തുക. അരുൺ ബാബുവിന്റെ ഭാര്യ വീട്ടിലാകും ആദ്യം മൃതദേഹം എത്തിക്കുക. അഖിൽ പാലോട്ട് മഠം ചേരുന്നുണ്ട്. അഖിൽ, വിവരങ്ങൾ. രോഹിണി, കുവൈറ്റിൽ ദാരുണ അന്ത്യത്തിന് ഇരയായ അരുൺ ബാബുവിൻ്റെ ഭാര്യ വീട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെയും വലിയ സങ്കടം നമുക്ക് എല്ലാവരുടെയും മുഖത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. അരുണിൻ്റെ ഭാര്യ വിനീതയും 2 പെൺകുഞ്ഞുങ്ങളുമാണ് ഇവിടെ താമസിക്കുന്നത്. അച്ഛനൊപ്പമാണ് താമസിക്കുന്നത്. കർഷകനാണ് വിനീതയുടെ അച്ഛൻ. ഒരു തനി നാട്ടുംപുറമാണ് ഈ പറയുന്ന പൂവത്തൂര് എന്ന് പറയുന്നത്. അതായത് നെടുമങ്ങാട് നിന്നും വെമ്പായം പോകുന്ന വഴിക്ക് പൂവത്തൂര് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് വിനീത താമസിക്കുന്നത്. ഇവിടെ അടുത്ത് പൂവത്തൂർ സ്കൂളിൽ മകളുടെ പഠനാവശ്യത്തിന് വേണ്ടിയിട്ടാണ് അവിടെ അരുണിൻ്റെ വീട്ടിൽ നിന്നും ഇവിടത്തേക്ക് താമസം മാറുന്നത്. കുടുംബ വസ്തുവിൽ പുതിയ വീട് വെക്കുക എന്നുള്ളതൊക്കെ തന്നെ ആഗ്രഹത്തോടു കൂടിയാണ് കോവിഡിന് ശേഷം അരുൺ ഈ രണ്ടാമത് വീണ്ടും വിദേശത്ത് ജോലിക്കായി പോകുന്നത്. ഇതൊരു അവസാന യാത്രയായി മാറും എന്നുള്ളത് ആർക്കും തന്നെ വിചാരിക്കാൻ സാധിക്കാത്തൊരു കാര്യമാണ്. ഇവിടെ അരുണിൻ്റെ ബന്ധുക്കളും അതുപോലെ തന്നെ വിനീതയുടെ ബന്ധുക്കളും ഒപ്പം സുഹൃത്തുക്കളും എല്ലാം തന്നെ വലിയ സങ്കടത്തിന്. ഇപ്പോൾ വിനീതയുടെ അച്ഛൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അച്ഛൻ, ഇപ്പോൾ അരുണിൻ്റെ മൃതദേഹം ആദ്യം ഇവിടെയാണ് കൊണ്ടുവരുന്നത്. ഇവിടെ പൊതുദർശനം വെച്ചതിന് ശേഷം സംസ്കാര ചടങ്ങുകളൊക്കെ അരുണിൻ്റെ വീട്ടിലാണ്. ഇവിടെ എന്തൊക്കെ ക്രമീകരണങ്ങളാണ് ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്? പൊതുജനങ്ങൾക്ക് വേണ്ടി ബോഡി കാണിക്കുക എന്നുള്ളത്, പിന്നെ ഭാര്യയ്ക്ക് ആ പെട്ടി ഭരണ വണ്ടിയിൽ കൂടെ ആംബുലൻസിലെങ്കിൽ അവിടെ കൂടെ അതിൻ്റെ കൂടെ കുറച്ച് നേരമെങ്കിലും ഇരിക്കാൻ ഒരു ഇതിനു വേണ്ടി ആണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ അതിനുവേണ്ടി ഇവിടെ വന്നിട്ട് ഇവിടെ നിന്ന് ഒന്നിച്ച് പോകാമെന്നുള്ള പദ്ധതിക്കാണ് ഇവിടെ എത്തിച്ചത്. ഈ കഴിഞ്ഞ കോവിഡിന് ശേഷമാണ് അരുൺ രണ്ടാമതും വീണ്ടും ജോലിക്കായി അവിടെ വിദേശത്തേക്ക് പോകുന്നത്, കുവൈറ്റിലേക്ക് പോകുന്നത്. ഇവിടെ വീട് വെക്കുന്നതുമായി ബന്ധപ്പെട്ട ആഗ്രഹമൊക്കെ തന്നെ അരുൺ പ്രകടിപ്പിച്ചിരുന്നു. മൂത്ത മകൾ ഇവിടെയാണ് പഠനത്തിനായി ചേർത്തിരിക്കുന്നത് സ്കൂളിൽ. അങ്ങനെ എന്തൊക്കെയാണ് അരുണിൻ്റെ ആഗ്രഹങ്ങളായി അച്ഛനോട് പറഞ്ഞിട്ടുള്ളത്? വീട് വെക്കണം, അല്ല അതൊന്നേരം അവർക്ക് അങ്ങോട്ടും ഇവിടെയൊക്കെ തന്നെ അവർ താമസിക്കുന്നത്. വീടൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു വീട് വെക്കണം. പിന്നെ പിള്ളേരെ ഭാവികൾ കാര്യങ്ങൾ ഇതൊരു എന്തെങ്കിലും ആക്കണം. കാരണം 2 പെൺപിള്ളേരാണ്. ഒരു പൊടിക്കുട്ടി. അവരെ ഭാവിക്ക് വേണ്ടി കൂടെയാണ് പോയത്. അത് ഒരു അവസാന പോക്കാണെന്ന് അറിഞ്ഞില്ല. ഈ അപകടം സംഭവിക്കുന്നതിന് മുമ്പ് വിനീതയെ വിളിക്കുകയോ സംസാരിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിരുന്നു അരുണ? അവർ ഡെയിലി രാവിലും പകലും വിളിക്കും. പിള്ളേർ എപ്പോഴും വിളിക്കും. പിള്ളേർക്ക് എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞാൽ ഓൺലൈൻ വഴി എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കുകയും വരുത്തി അതൊക്കെ ചെയ്യാറുണ്ട്. പിള്ളേർ എന്തൊരു ആവശ്യപ്പെട്ടാലും ആ സമയം അവിടെ നിൽക്കണമെങ്കിലും ഓൺലൈൻ വഴി എങ്കിലും അവർക്കുള്ള സാധനം ഇവിടെ എത്തിച്ചു കൊടുക്കുക. അങ്ങനെയായിരുന്നു ഇത്രയും ദിവസം. അച്ഛനോട് കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള മാനസികാവസ്ഥ എനിക്കുമില്ല രോഹിണി. സ്വാഭാവികമായിട്ടും മരുമകനും അപ്പുറത്ത് നമ്മളിവിടെ വരുന്ന സമയത്ത് തന്നെ മകനെ പോലെ ആയിരുന്നു അരുൺ എന്ന് ഒക്കെ തന്നെ ഇവിടുത്തെ ആൾക്കാർ നമ്മളോട് സംസാരിച്ചത്. അപ്പോൾ നമുക്ക് കാണുന്നത് പോലെ തന്നെ പ്രായം ചെന്ന ആൾക്കാരാണ് ഇവിടെ രാവിലെ മുതൽ കാത്തിരിക്കുന്നത്. വൈകുന്നേരമാകും അരുണിൻ്റെ മൃതദേഹം പ്രത്യേക ആംബുലൻസിൽ ഇവിടേക്ക് എത്തിക്കാനെന്ന് അറിഞ്ഞിട്ട് പോലും രാവിലെ മുതൽ ഇവിടെ എത്തി നിൽക്കുന്ന നാട്ടുകാരുണ്ട്. അരുണിൻ്റെ പഴയകാല സുഹൃത്തുക്കളുണ്ട്, സഹപാഠികളുണ്ട്, അതോടൊപ്പം തന്നെ വിനീതയുടെ സുഹൃത്തുക്കൾ, അങ്ങനെ എല്ലാവരും തന്നെ ഇവിടേക്ക് എത്തുന്നുണ്ട്. ഒരു നാടിനെ മുഴുവൻ കണ്ണീരിലഴ്ത്തിയാണ് അരുണിൻ്റെ ഈ മടക്കം എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്തായാലും അരുണിൻ്റെ മൃതദേഹം ഇവിടെ പൂവത്തൂരുള്ള ഈ വിനീതയുടെ വീട്ടിലെത്തിച്ച് ഇവിടുത്തെ ബന്ധുജനങ്ങൾക്കും അതോടൊപ്പം തന്നെ സുഹൃത്തുക്കൾക്കുമെല്ലാം കാണാൻ അവസരം ഒരുക്കിയതിനു ശേഷമായിരിക്കും അരുണിൻ്റെ ഉഴമലക്കലിനടുത്തുള്ള വീട്ടിലേക്ക് കൊണ്ടുപോവുക. അവിടെയാണ് സംസ്കാര ചടങ്ങുകൾക്കുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കും എന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കാരണം അവിടെ നിന്ന് വരുന്ന മൃതദേഹത്തിൻ്റെ പഴക്കവും അതിൻ്റെ അപകടസ്ഥിതിയുമെല്ലാം മനസ്സിലാക്കി അതിവേഗം തന്നെ സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വലിയ സങ്കടം ഒരു നാടിനെ മുഴുവൻ സങ്കടത്തിലാക്കുന്നുണ്ട്. മലയാളികളുടെ മരണത്തെ മുഴുവൻ കേരളം ഒന്നാകെ അത് സങ്കടത്തിൻ്റെ ഭാഗമായി മാറുന്നുണ്ട്. എന്തായാലും അരുണിൻ്റെ ഭൗതിക ശരീരം അല്പസമയത്തിനകം വൈകുന്നേരത്തോടു കൂടി തന്നെ ഇവിടെ എത്തുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അരുണിൻ്റെ വീടിരിക്കുന്ന പരിസര പ്രദേശവും അതുപോലെ തന്നെ അരുണിൻ്റെ ഭാര്യ വീടിൻ്റെ പരിസര പ്രദേശവും എല്ലാം ഒരുപോലെ സങ്കടത്തിലായിരിക്കുന്നു എന്ന ഏറ്റവും ദുഃഖകരമായ വാർത്ത തന്നെ നമുക്ക് പറയേണ്ടി വരികയാണ് രോഹിണി.